നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. 5 പതിറ്റാണ്ട് കാലം കേരള രാഷ്ട്രീയത്തിലും തൊടുപുഴയുടെ മണ്ണിലും സജീവ സാന്നിധ്യമായിരുന്ന PJ ജോസഫ് തലമുറ മാറ്റത്തിന് വഴിമാറുന്നു. മകൻ അബു ജോൺ ജോസഫ് തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായതോടെയാണ് തലമുറ മാറ്റം. ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇടുക്കി ജില്ല സജ്ജമാണെന്ന ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്. സുതാര്യവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചെന്ന കളക്ടർ. ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധിയിൽ സർക്കാരിനെതിരെ വിമർശനവുമായി വീണ്ടും ദേശീയപാത സംരക്ഷണ സമിതി. നേരിമംഗലം വനമേഖലയിൽ റീടാറിംഗ് മാത്രം നടത്തി നിർമ്മാണം അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെങ്കിൽ വീണ്ടും ജനകീയ പ്രക്ഷോഭത്തിന് രൂപം നൽകുമെന്ന ദേശീയപാത സംരക്ഷണ സമിതി. വേനൽ ചൂട് കൂടിയതോടെ ഏലയ്ക്ക ഉൽപാദനം കുറഞ്ഞെങ്കിലും വില ഉയരാത്തത് ആശങ്കയാകുന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 2600 മുതൽ 2750 രൂപ വരെയായിരുന്നു ഏലയ്ക്ക വില. നിലവിലെ ശരാശരി വില 2200 മുതൽ 2350 രൂപ വരെ. വിശദമായ വാർത്തകളിലേക്ക് എത്തുമ്പോൾ ആദ്യം നോക്കാം പോരാട്ടം 2026. 5 പതിറ്റാണ്ട് കാലം കേരള രാഷ്ട്രീയത്തിലും തൊടുപുഴയുടെ മണ്ണിലും സജീവ സാന്നിധ്യമായിരുന്ന PJ ജോസഫ് സജീവ രാഷ്ട്രീയത്തോട് വിട പറയുന്നു. മകൻ അബു ജോൺ ജോസഫ് തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായതോടെയാണ് ഈ തലമുറ മാറ്റം. 28-ാം വയസ്സിൽ തുടങ്ങി രാഷ്ട്രീയ പോരാട്ടം, 9 തവണ നിയമസഭാ അംഗം, 1-ലധികം തവണ മന്ത്രിപദം. തൊടുപുഴയുടെ കുഞ്ഞുഞ്ഞു പടിയിറങ്ങുമ്പോൾ അതൊരു വലിയ രാഷ്ട്രീയ ചരിത്രത്തിന്റെ പൂർത്തീകരണം കൂടിയാണ്. 1970-ൽ തന്റെ 28-ാം വയസ്സിലാണ് PJ ജോസഫ് ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നത്. അന്നു മുതൽ ഇന്നുവരെ 10 തവണ മത്സരിച്ചതിൽ 9 തവണയും തൊടുപുഴ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. 1970, 77, 80, 82, 87, 91, 96, 2011, 2016, 2021 വർഷങ്ങളിലെ പോരാട്ടങ്ങളിൽ 2001 മാത്രമാണ് അദ്ദേഹത്തിന് കാലിടറിയത്. വിവിധ കാലഘട്ടങ്ങളിലായി റവന്യൂ, എക്സൈസ്, പൊതുമരാമത്ത്, വിദ്യാഭ്യാസം തുടങ്ങിയ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്ത അദ്ദേഹം കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അതികായനായി മാറി. ഇടത് വലത് മുന്നണികളിൽ മാറി മാറി നിർണായക സ്വാധീനം ചെലുത്തിയ അദ്ദേഹം ഒടുവിൽ UDFന്റെ ഭാഗമായാണ് സജീവ രാഷ്ട്രീയത്തോട് വിട പറയുന്നത്. ഞാൻ പ്രവർത്തിച്ചതുപോലെ തന്നെ ഏറ്റവും ഭംഗിയായി ജനസേവനം പ്രവർത്തിക്കും. തൊടുപുഴയുടെ ഇന്നത്തെ വികസന ഭൂപടത്തിൽ PJ ജോസഫിന്റെ കയ്യൊപ്പ് പതിയാത്ത ഇടങ്ങളില്ല. ആധുനികമായ സിവിൽ സ്റ്റേഷൻ, KSRTC ബസ് ടെർമിനൽ, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, സ്പോർട്സ് കൗൺസിൽ സ്റ്റേഡിയം തുടങ്ങി വലിയൊരു അടിസ്ഥാന സൗകര്യ വികസനം അദ്ദേഹം മണ്ഡലത്തിൽ നടപ്പിലാക്കി. കർഷകർക്കായി അദ്ദേഹം നടത്തിയ ഇടപെടലുകളും മൃഗസംരക്ഷണ മേഖലയിലെ മാതൃകകളും ശ്രദ്ധേയമാണ്. ഇതിനിടയിൽ വിമാനയാത്രയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ രാഷ്ട്രീയ എതിരാളികൾ വലിയ ആയുധമാക്കി മാറ്റിയെങ്കിലും ജനപിന്തുണയോടെ PJ ജോസഫ് അതിനെയെല്ലാം അതിജീവിച്ചു. ഇത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം PJ ജോസഫ് എന്നൊരു വ്യക്തി ഈ തൊടുപുഴയ്ക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു ഷൂസ് അല്ലെങ്കിൽ ആ ഒരു പദവി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ കേരളത്തിലെ തന്നെ ഏറ്റവും കഠിനമായ ഒരു ജോലിയാണ്. കാരണം PJ ജോസഫ് തൊടുപുഴയ്ക്ക് ചെയ്ത കാര്യങ്ങൾ ഈ കേരളത്തില് മറ്റൊരു ജനപ്രതിനിധിയും ഇവിടെ ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ജനങ്ങള് താരതമ്യം ചെയ്യുമ്പോൾ തൊടുപുഴയുടെ ഓരോ വികസന സ്പന്ദനത്തിലും PJ ജോസഫ് എന്ന പേര് ഇഴചേർന്ന് കിടക്കുന്നു. പാർലമെന്റിലേക്ക് 1989 ഇടുക്കിയിൽ നിന്ന് മത്സരിച്ചു പരാജയപ്പെട്ടതൊഴിച്ചാൽ ഇടുക്കിയിലെയും പ്രത്യേകിച്ച് തൊടുപുഴയിലെയും രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ മറ്റൊരാളില്ലായിരുന്നു. തന്റെ പിൻഗാമിയായി മകനെ ഏൽപ്പിക്കുമ്പോൾ 5 പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ പാരമ്പര്യം വോട്ടായി മാറുമോ എന്നാണ് ഇനി അറിയേണ്ടത്. സിറ്റി വിഷൻ, ഇടുക്കി. ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ഇടുക്കി ജില്ല സജ്ജമാണെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് അറിയിച്ചു. സുതാര്യവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു. ഏപ്രിൽ 9 വ്യാഴാഴ്ച രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ് സമയം. നിലവിലാകെ 8,03,701 വോട്ടർമാരുണ്ട്. ഇതിൽ 4,06,891 സ്ത്രീകളും 3,96,802 പുരുഷന്മാരും 8 ട്രാൻസ്ജെൻഡറും ഉൾപ്പെടുന്നു. വോട്ടർമാരിൽ 50.62% സ്ത്രീകളും 49.37% പുരുഷന്മാരുമാണ്. ജില്ലയിൽ ആകെ
1076 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഈ ഏപ്രിൽ 9 നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇടുക്കി ജില്ല എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തി വരികയാണ്. ഈ ഇലക്ഷനിൽ ഏറ്റവും സുതാര്യവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ട്രെയിനിങ്ങുകളും, അത് DEO തൊട്ട് ARO തലത്തിൽ താഴോട്ടുള്ള എല്ലാ ട്രെയിനിങ്ങുകളും ഷെഡ്യൂൾഡാണ്. പല ട്രെയിനിങ്ങുകളും പൂർത്തീകരിച്ചു വന്നിട്ടുണ്ട്, പല ഘട്ടങ്ങളിലായിട്ട് പൂർത്തീകരിച്ച് വരുന്നുമുണ്ട്. ഇതുകൂടാതെ നമ്മുടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം മുൻ ഇലക്ഷനുകളിൽ നമ്മുടെ വോട്ടർ ടേൺ ഔട്ട് കുറഞ്ഞ ഒരു സാഹചര്യം പലപ്പോഴും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. ലോക്സഭാ ഇലക്ഷനായാലും കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനായാലും ഇതര ജില്ലകളെ അപേക്ഷിച്ച് 2-3 ജില്ലകളിൽ ഇടുക്കിയും വളരെ കുറഞ്ഞ ഒരു വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ നമ്മുടെ ഒരു പ്രധാന കർത്തവ്യം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സാക്ഷരത ഇലക്ഷൻ മേഖലയിലും കൃത്യമായിട്ട് പ്രതിഫലിക്കണം. അതായത് ഇലക്ഷൻ സാക്ഷരത എന്ന് പറയുന്നത് നമ്മുടെ ഈ മഹത്തായ ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാതരം വോട്ടർമാരും കൃത്യമായിട്ട് പങ്കെടുത്ത് അത് അങ്ങേയറ്റം ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനം ജില്ലയിൽ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. മുൻവർഷങ്ങളിൽ പലപ്പോഴും നമ്മുടെ ചില റിമോട്ട് ഏരിയാസ് അതുപോലെ തന്നെ അർബൻ മേഖലകളിലൊക്കെ കുറച്ച് പുറകിലാണുള്ളത്. ഇപ്രാവശ്യം അത്തരം മേഖലകളിൽ നമ്മൾ കൂടുതൽ പ്രചാരണ പരിപാടികൾ ഇലക്ഷൻ കമ്മീഷൻ നേതൃത്വത്തിലും നമ്മൾ നടത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ എല്ലാ പ്രിയമുള്ള വോട്ടർമാരും ഇക്കാര്യത്തിൽ സഹകരിക്കണം. നമുക്ക് നിലവിൽ 8 ലക്ഷത്തോളം വോട്ടർമാരാണ് നമുക്ക് ജില്ലയിലുള്ളത്. അപ്പോൾ ഏതാനും കൂടുതൽ വോട്ടർമാർ സ്ത്രീ വോട്ടർമാർ തന്നെയാണ്. അക്കാര്യത്തിൽ ജില്ല വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ SIR-ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് തുടക്കത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് ഇത്രയും വിസ്തൃതമായ ജില്ലയിൽ SIR-ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ല രീതിയിൽ നമ്മുടെ SIR പ്രക്രിയ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ പ്രക്രിയ ഇലക്ഷൻ്റെ സുതാര്യമായ വോട്ടിംഗ് ശതമാനത്തിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവലോകനം നടത്തുന്നതിനും അതിനെ നിരീക്ഷിക്കുന്നതിനുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതുനിരീക്ഷകരും അതുപോലെ തന്നെ ചെലവ് നിരീക്ഷകർ, പോലീസ് നിരീക്ഷകർ ഇവരൊക്കെ ജില്ലയിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഇന്നോട്ട് അവർ ജില്ലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ തൊട്ട് നിരീക്ഷകരുടെ ഒരു സാന്നിധ്യവും ജില്ലയിലെ വിവിധ എല്ലാ 5 കോൺസ്റ്റിറ്റ്യുവൻസികളിലും ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തവണ ഉടുമ്പൻചോല തിരിച്ചു പിടിക്കുമെന്ന മിനി പ്രിൻസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടില്ലെങ്കിലും AICC നേതൃത്വം നേരിട്ട് വിളിച്ച് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഔദ്യോഗിക പ്രഖ്യാപനത്തിനു ശേഷം പ്രചാരണം ആരംഭിക്കുമെന്നും ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ തുടർച്ചയായ 5 തവണയും UDF പരാജയപ്പെടുകയായിരുന്നു. ഇത്തവണ അതിന് മാറ്റമുണ്ടാകും. UDF ഒറ്റക്കെട്ടായി നിന്ന് മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നും ജനങ്ങൾ UDF-നൊപ്പമാണെന്നും മിനി പ്രിൻസ് പ്രതികരിച്ചു. പ്രതികരണം കാണാം. നമുക്ക് നല്ല ആത്മവിശ്വാസം, കാരണം 100% ഉടുമ്പൻചോല UDF തിരിച്ചെത്തിയിരിക്കും. വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. AICC വിളിച്ച് മത്സരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം നോമിനേഷൻ എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല. നോമിനേഷൻ കൊടുത്തു. പാർട്ടി നേതൃത്വം ഇത്തവണ UDF കേരളത്തിൽ അധികാരത്തിൽ വരണം. അതനുസരിച്ച് എല്ലാ മണ്ഡലവും പിടിച്ചെടുത്ത്, നമുക്കറിയാം ഈ സംസ്ഥാനത്തെ അഴിമതി നിറഞ്ഞ ഭരണം 10 വർഷക്കാലമായി ജനങ്ങൾ സഹിക്കുകയാണ്. ഇതിൽ നിന്നൊരു മോചനം എല്ലാവർക്കും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ UDF-നൊപ്പമാണ്. ഉടുമ്പൻചോലയും പിടിച്ചെടുക്കും. കേരളത്തിൽ UDF അധികാരത്തിലും. ഇടുക്കി നിയോജക മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം റോഡ് ഷോ നടന്നു. ചെറുതോണിയിൽ നടന്ന റോഡ് ഷോയിൽ ഇടതുമുന്നണി നേതാക്കന്മാർക്കൊപ്പം നിരവധി പാർട്ടി പ്രവർത്തകരും പങ്കെടുത്തു. തുടർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും ചെറുതോണിയിൽ ആരംഭിച്ചു. ഇടുക്കി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിന്റെ റോഡ് ഷോയും ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവുമാണ് നടന്നത്. ചെറുതോണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോ ടൗൺ ചുറ്റി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം CPM കേന്ദ്ര കമ്മിറ്റി അംഗം പുത്തലത്ത് ദിനേശൻ നിർവഹിച്ചു. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം വലതുപക്ഷ ശക്തികൾ അതിശക്തമായ പ്രചാരവേലയാണ് ഇടുക്കിക്കെതിരായി നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കയ്യേറ്റക്കാരായും കൊള്ളക്കാരുമായുമെല്ലാം വലതുപക്ഷ മാധ്യമങ്ങൾ ചിത്രീകരിച്ച ഇടുക്കിയിലെ ജനതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഇടതുപക്ഷം നടത്തിയത് എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ സംസ്ഥാനത്തിനകത്ത് ഏറ്റവും അധികം നാണ്യവിളകളുടെ ഉൽപാദനത്തിലൂടെ വിദേശ നാണ്യം നേടിത്തരുന്ന ഒരു ജില്ലയാണ്. CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ പ്രവർത്തകർക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ നിർദ്ദേശം നൽകി.
LDF നേതാക്കളായ ജോസ് പാലത്തിനാൽ, റോമിയോ സെബാസ്റ്റ്യൻ, അനിൽ കൂവപ്ലാക്കൽ, ഷാജി കാഞ്ഞമല, MK പ്രിയൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ ഇടുക്കി. തെരഞ്ഞെടുപ്പ് ചൂട് ഉയരുന്നതിനിടെ ഇടുക്കിയിൽ രാഷ്ട്രീയ സംഘർഷം വീണ്ടും ശക്തമാകുന്നു. LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിന്റെ ഫ്ലക്സ് നശിപ്പിച്ചതായി പരാതി. പഴയരിക്കണ്ടം മേഖലയിൽ സർക്കാരിന്റെ അഭിമാന പദ്ധതിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച് നാട്ടുകാർ സ്ഥാപിച്ച ഫ്ലക്സാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടതും പ്രചാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനുമിടെയാണ് സംഭവം. ഇടുക്കി ജില്ലയിലെ പഴയരിക്കണ്ടം പ്രദേശത്ത് LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിന്റെ ഫ്ലക്സിൽ സാമൂഹ്യ വിരുദ്ധർ കരിയോയിൽ തേച്ച് നശിപ്പിച്ചതായാണ് ആരോപണമുയരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതികളിൽ ഒന്നായ പഴയരിക്കണ്ടംകുത്ത് ജലസേചന പദ്ധതിക്ക് 28 കോടി രൂപ അനുവദിച്ചതിനെ അഭിനന്ദിച്ച നാട്ടുകാർ സ്ഥാപിച്ച ഫ്ലക്സാണ് നശിപ്പിക്കപ്പെട്ടത്. ഓയിൽ പോലുള്ള ദ്രാവകങ്ങൾ തേച്ചാണ് ഫ്ലക്സ് കേടുപാടുകൾ വരുത്തിയതെന്നാണ് LDF മേഖലാ കമ്മിറ്റി ആരോപിക്കുന്നത്. ഇത് റോഷി അഗസ്റ്റിന് നേർക്കല്ല, പ്രദേശത്തെ ആയിരക്കണക്കിന് ജനങ്ങളോടുള്ള വിദ്വേഷമാണ് പ്രവൃത്തിയിലൂടെ പുറത്തുവരുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് ബഹുമാനായ ജലസേന വകുപ്പ് മന്ത്രി പഴയരിക്കണ്ടംകാർക്ക് വേണ്ടി 28 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഈ പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാക്കി. ഈ പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാകുന്ന ഫ്ലെക്സ് വെച്ചതിൽ ഏതോ സാമൂഹ്യ വിരുദ്ധര് ബഹുമാനായ മന്ത്രിയുടെ മുഖത്ത് എന്തോ വസ്തുക്കൾ തേച്ച് അത് മലിനമാക്കിയിരിക്കുകയാണ്. ഇത് മന്ത്രിയുടെ മുഖത്തല്ല, ഈ നാട്ടിലെ 1000-ൽ പരം വരുന്ന കൃഷിക്കാർക്ക് ജലസേന സൗകര്യം ഒരുക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇടതുപക്ഷ ഗവൺമെൻറ് ഇവിടെ നടപ്പാക്കാൻ വേണ്ടി ടെൻഡർ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഈ നാട്ടിലെ ഗുണഭോക്താക്കളായിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ മുഖത്താണ് ഈ കരിവാരി പറയുകയാണ്. പഴയരിക്കണ്ടം കുത്ത് ജലസേചനവും ടൂറിസം പദ്ധതിയും പ്രദേശത്തിന്റെ വികസനത്തിന് നിർണായകമാണെന്നാണ് വിലയിരുത്തൽ. നബാർഡ് സഹായത്തോടെ 28 കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കഞ്ഞിക്കുഴി സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി നൽകിയതായി LDF നേതാക്കൾ അറിയിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണവും ആരംഭിച്ചു. സിറ്റി വിഷൻ ഇടുക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച നിരീക്ഷകർ ഇടുക്കി ജില്ലയിലെത്തി. ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട, ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു IPS എന്നിവർ ചേർന്ന് നിരീക്ഷകരെ സ്വീകരിച്ചു. വിവിധ നിയമസഭാ മണ്ഡലങ്ങളുടെ ചുമതലയുള്ള പൊതു നിരീക്ഷകരായ ദീപ്തി ഉപ്പൽ, ഹർഷദ് കുമാർ R പട്ടേൽ, തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷകരായ ആശിഷ് കുമാർ, നമിത പട്ടേൽ എന്നിവരാണ് ജില്ലയിലെത്തിയത്. ജില്ലയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ പൊതു നിരീക്ഷകർ വിലയിരുത്തി. ADM ശ്രീജിത്ത്, സബ് കളക്ടർ അനൂപ് ഗാർഗ്, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ഷീബ മാത്യു, ഡെപ്യൂട്ടി കളക്ടർ അതുൽ സ്വാമിനാഥൻ, ഇലക്ഷൻ നോഡൽ ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയപാത 85-ലെ നിർമ്മാണ പ്രതിസന്ധിയിൽ സർക്കാരിനെതിരെ വിമർശനവുമായി വീണ്ടും ദേശീയപാത സംരക്ഷണ സമിതി. നേരിമംഗലം വനമേഖലയിൽ റീടാറിംഗ് മാത്രം നടത്തി നിർമ്മാണം അവസാനിപ്പിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെങ്കിൽ വീണ്ടും ജനകീയ പ്രക്ഷോഭത്തിന് രൂപം നൽകുമെന്ന് ദേശീയപാത സംരക്ഷണ സമിതി അടിമാലിയിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, അതുകൊണ്ട് സമരത്തിനിറങ്ങി എന്ന വാദത്തിന് പ്രസക്തിയില്ല. നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണം ഇങ്ങനെ കിടന്നുകൊള്ളട്ടെ എന്നതാണ് സമീപനമെങ്കിൽ ചക്രസ്തംഭന സമരമടക്കം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകേണ്ടി വരുമെന്നും ദേശീയപാത സംരക്ഷണ സമിതി വ്യക്തമാക്കി. ദേശീയപാത 85-ന്റെ നിർമ്മാണ നിരോധനം ഇതുവരെ നീക്കിയിട്ടില്ല. 4.5 മാസം മുമ്പാണ് ഹൈക്കോടതി ചീഫ് സെക്രട്ടറിയോട് ഈ റോഡിൻ്റെ പണി ചെയ്യുന്നതിൽ തടസ്സമില്ലെന്നും അതിനെ വനത്തിൽ കയറുന്നില്ല എന്നുള്ള ഉറപ്പുവരുത്തി പണിയണം എന്ന് മാത്രമേ നിർദ്ദേശിച്ചുള്ളൂ. യഥാർത്ഥത്തിൽ 100 അടി വീതിയിലുള്ള സ്ഥലമുണ്ടെന്നുള്ള എല്ലാ റിപ്പോർട്ടുകളും തഹസിൽദാർമാരും ജില്ലാ കളക്ടറും റവന്യൂ സെക്രട്ടറിയും കൊടുത്ത റിപ്പോർട്ടുകൾ കൈവശം ഇരിക്കുമ്പോഴും 4.5 മാസമായിട്ട് ഈ ചീഫ് സെക്രട്ടറി ഇതിനെക്കുറിച്ച് നടപടി സ്വീകരിക്കാതെ അവർ കൊടുത്ത കളക്ടറും റവന്യൂ സെക്രട്ടറിയും കൊടുത്ത റിപ്പോർട്ട് തള്ളിയിട്ട് വീണ്ടും PWD റവന്യൂ മറ്റേ ഫോറസ്റ്റ് സെക്രട്ടറിമാരെ വെച്ചൊരു സമിതി ഉണ്ടാക്കി അതിൻ്റെ റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. അവരാണെങ്കിൽ റിപ്പോർട്ട് കൊടുക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ റോഡിൻ്റെ പണി ഇപ്പോൾ റീടാറിങ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിൻ്റെ പ്രഷർ കൊണ്ട് ഫോറസ്റ്റ് EKK കമ്പനി അത് റീടാർ ചെയ്തുകൊണ്ടിരിക്കുക. ഈ റീടാറിങ് കഴിഞ്ഞ് ഇത് അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ അടിമാലി പ്രദേശത്തെ അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ അതൊരു വെല്ലുവിളിയായി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഹൈക്കോടതിയിൽ നമ്മൾ IA പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ പ്രഖ്യാപിച്ചു, അതുകൊണ്ട് ഇനി നമ്മൾ സമരത്തിനിറങ്ങി എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. കാരണം ഇത് വർഷങ്ങൾ നീണ്ട ഏതാണ്ട് 2.5 വർഷത്തോളമായി ഈ ഹൈക്കോടതി 100 അടി വീതിയുള്ള സ്ഥലമുണ്ടെന്ന് പറയുകയും സർക്കാരിൻ്റെ അനുമതിയോടുകൂടി വർക്ക് ആരംഭിക്കുകയും ചെയ്തതിനു ശേഷം ആ റോഡിൻ്റെ പണി സ്തംഭിച്ചിരിക്കുന്ന അപകടാവസ്ഥയിലായ റോഡാണ് ഇപ്പോൾ ടാർ ചെയ്ത് ഇതുപോലെ വളരെയധികം ആംബുലൻസുകളും മറ്റ് ലോറികളും വലിയ വാഹനങ്ങളും എല്ലാം പോകുന്ന റോഡിൽ വീതിയില്ലാതെ ഇത് ടാർ ചെയ്ത് പൂർത്തീകരിച്ച് മടങ്ങിപ്പോകാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ചക്രസ്തംഭന സമരം നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ഇത് തടസ്സം വന്നാൽ
ഭരണകക്ഷി ഉൾപ്പെടെ പങ്കെടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. MLA അടക്കം, ഏരിയ സെക്രട്ടറിമാരടക്കം, ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പങ്കെടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇവരാരും അനങ്ങുന്നില്ല, ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. അതുകൊണ്ട് ഇതിങ്ങനെ കിടന്നുകൊള്ളട്ടെ എന്നാണ് സമീപനമെങ്കിൽ തീർച്ചയായും ദേശീയപാത സംരക്ഷണ സമിതി അടുത്ത സമരത്തിലേക്ക് പോകും. അതിന് എന്ത് ആക്ഷേപം പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല, ഈ നാടിൻ്റെ ആവശ്യം എന്നുള്ള നിലയിലാണ്. നോക്കാം മനോഹര കാഴ്ചയുമായി ബ്യൂട്ടി സ്പോട്ട്. കയ്യേറ്റമൊഴിപ്പിച്ച് ഭൂമി സർക്കാർ ഏറ്റെടുത്ത് കയ്യേറ്റക്കാർ മലയിറങ്ങിയ ചൊക്രമുടി ഇപ്പോൾ യഥാർത്ഥ അവകാശികളുടെ കൈകളിലാണ്. ആ അവകാശികൾ ആരാണെന്നല്ലേ, മറ്റാരുമല്ല, വംശനാശം നേരിടുന്ന വരയാടുകൾ തന്നെയാണ്. ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ അഴിച്ചുവിടുന്ന പശുക്കൾക്കൊപ്പം ചൊക്രമുടി മലനിരയിൽ ആരെയും ഭയക്കാതെ മേഞ്ഞു നടക്കുകയാണിവ. അക്കാഴ്ച ഒന്ന് കാണാം. നീലക്കുറിഞ്ഞികൾ പൂത്തുലയുന്ന പച്ചവിരിച്ച ചൊക്രമുടി മലനിര വരയാടും കാട്ടാനയും കാട്ടുപോത്തുമടക്കമുള്ള വന്യമൃഗങ്ങളുടെ ആവാസ മേഖലയായിരുന്നു. എന്നാൽ കയ്യേറ്റ മാഫിയ കടന്നുകയറി കുന്നിടിച്ചു നിരത്തിയും മരങ്ങൾ മുറിച്ചുമാറ്റിയും ചൊക്രമുടി കൈയടക്കിയപ്പോൾ വന്യമൃഗങ്ങളും ഇവിടെ നിന്നും മറ്റൊരിടം തേടി മലയിറങ്ങി. എന്നാൽ പിന്നീട് സർക്കാർ വ്യാജ പട്ടയങ്ങൾ റദ്ദു ചെയ്ത കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിച്ച് കയ്യേറ്റക്കാരെ മലയിറക്കി. JCB ഉഴുതുമറിച്ച മണ്ണിൽ വീണ്ടും പുല്ലു കിളിർത്തു. ചൊക്രമുടി വീണ്ടും പച്ചപ്പിൽ നിറഞ്ഞതോടെ ആ പഴയ ആവാസ വ്യവസ്ഥയിലേക്ക് വരയാടുകൾ അടക്കമുള്ള വന്യമൃഗങ്ങളും തിരികെ എത്തി. ചൊക്രമുടി മലനിരകളിൽ മേഞ്ഞു നടക്കുന്ന വളർത്തു മൃഗങ്ങൾക്കൊപ്പം വരയാടുകളും യാതൊരു ഭയവുമില്ലാതെ മേഞ്ഞു നടക്കുകയാണ്. ഇവർക്ക് കാവലായി ചൊക്രമുടിയെ ദൈവമായി കണ്ട് ആരാധിക്കുന്ന ആദിവാസി സമൂഹവുമുണ്ട്. മൂന്നാറിൻ്റെ അടുത്ത് ചൊക്രമുടി ഭാഗമാണ്. ഞാൻ ചൊക്രമുടിക്കുടിയിൽ കാണിയാണ്. ഞാൻ പശു വളർത്തുന്ന തീരക്കർത്തേന. ഞാൻ രാവിലെ നിന്ന് പശുവിനെ കയറ്റി ചുറ്റുമട്ടി വന്നപ്പോൾ വരയാട് കണ്ടു. എൻ്റെ പശുക്കളെ കണ്ട് ഓടി വന്നു. വരയാട് എൻ്റെ പശുക്കൾ ഇപ്പോൾ വരെ ഒന്നിച്ചാൽ തിന്നുന്നത്. അതുകൊണ്ട് സർക്കാർ തലത്തിൽ നിന്ന് ഈ ചൊക്രമുടി മലമേഖലയെ സ്വസ്ഥമായി സംരക്ഷിക്കണം. കയ്യാറ്റം ഒന്ന് ഒഴിവാക്കി പ്രകൃതിയെ ഇന്നും വരയാട്, ആന, കാട്ടുപോത്ത് എല്ലാം ഉള്ള സ്ഥലമാണ്. അതേസമയം അതീവ പരിസ്ഥിതി പ്രാധാന്യത്തോടെ ചൊക്രമുടിയെയും വരയാടുകളെയും മറ്റു വന്യമൃഗങ്ങളെയും സംരക്ഷിക്കുന്നതിന് പ്രത്യേക പദ്ധതി നടപ്പിലാക്കണമെന്ന പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി K. ബുൾവേന്ദ്രനും ആവശ്യപ്പെട്ടു. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ചൊക്രമുടി. സമുദ്രനിരപ്പിൽ നിന്നും 7200 അടിയിലേറെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടെ ധാരാളം വരയാടുകളെ കാണാൻ സാധിക്കും. അതുപോലെ സംരക്ഷിത പട്ടികയിൽപ്പെട്ട വരയാടുകളെ ഇവിടെ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അതുപോലെ നീലക്കുറിഞ്ഞി, ഇവിടെ ധാരാളം നീലക്കുറിഞ്ഞികൾ ചൊക്രമുടിയുടെ താഴ്ഭാഗത്തുണ്ട്. ആനകൾ, അതുപോലെ കാട്ടുപോത്ത്, അപൂർവയിനം പക്ഷികളെല്ലാം വന്ന് വിഹരിക്കുന്ന ഈ മേഖല നിലവിൽ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലല്ല. ഇത് സർക്കാരിൻ്റെ റവന്യൂ വകുപ്പിൽപ്പെട്ട റവന്യൂ സ്ഥലമാണ്. ഇത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ, ഇതിന് കാവല് നിൽക്കുകയും ഇതിന് പ്രൊട്ടക്ഷൻ കൊടുക്കണമെങ്കിൽ സർക്കാർ എത്രയും പെട്ടെന്ന് ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ പ്രദേശം കൊടുക്കുകയും ഇതൊരു സംരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കണം. സിറ്റി വിഷൻ, ബൈസൺ വാലി. ചെറിയൊരു ഇടവേള, വളരെ വേഗം മടങ്ങിയെത്താം. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും.
എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. വേനൽ ചൂട് കൂടിയതോടെ ഏലയ്ക്ക ഉൽപ്പാദനം കുറഞ്ഞെങ്കിലും വില ഉയരാത്തത് ആശങ്ക സൃഷ്ടിക്കുന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 2600 രൂപ മുതൽ 2750 രൂപ വരെയായിരുന്നു ഏലക്കായുടെ വില. ഇപ്പോൾ 2200 മുതൽ 2350 വരെയാണ് ശരാശരി ലഭിക്കുന്ന വില. മഴക്കാലമെത്തി ഉൽപ്പാദനം വർദ്ധിക്കുന്നതോടെ വില ഇനിയും ഇടിയുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. ഹൈറേഞ്ചിൽ ഏലക്ക ഉൽപാദനം തീരെ കുറവുള്ള സമയമാണ് വേനൽക്കാലം. വേനൽ ചൂട് കൂടിയതോടെ ഏലക്ക ഉൽപാദനം കുറഞ്ഞെങ്കിലും വില ഉയരാത്തതാണ് കർഷകരിൽ ആശങ്കയായി മാറിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 2600 മുതൽ 2750 രൂപ വരെയായിരുന്നു ഏലക്ക വില. ഇപ്പോൾ അത് 2200 മുതൽ 2350 രൂപ വരെയാണ്. 2025 ജനുവരിയിൽ ഏലം വില 3000 കടന്നിരുന്നു. എന്നാൽ ഇതിനുശേഷം വിലയിൽ കാര്യമായ വർധനവ് ഉണ്ടായിട്ടില്ല. ഗ്വാട്ടിമാലയിലെ ഏലം കയറ്റുമതി കുറഞ്ഞതോടെ ഇവിടുത്തെ ഏലത്തിന് വില വർദ്ധിക്കുമെന്നായിരുന്നു പ്രതീക്ഷയെങ്കിലും ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കച്ചവടക്കാർ ഏലക്ക വാങ്ങാൻ തയ്യാറാകുന്നില്ല. ലേലകേന്ദ്രങ്ങളിൽ പതിയുന്ന ഏലക്കായുടെ അളവിൽ കാര്യമായ കുറവുണ്ടെങ്കിലും വില വർദ്ധിക്കാത്തതിനു കാരണം വാങ്ങാൻ ആളില്ലാത്തതാണെന്ന് കർഷകർ പറയുന്നു. കേന്ദ്രങ്ങളിലെത്തുന്ന കച്ചവടക്കാരുടെ എണ്ണം നാമമാത്രമായി. വേനൽ ചൂട് ഏറിയതോടെ ഹൈറേഞ്ചിലെ തോട്ടങ്ങളിൽ ഏലച്ചെടികൾ ഉണങ്ങി വീഴുന്നത് ഒഴിവാക്കുവാൻ കർഷകർ കഠിന പ്രയത്നത്തിലാണ്. കൃഷി ചിലവുകൾ വർദ്ധിച്ചത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. വേണ്ടവിധം വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ കനത്ത നഷ്ടമുണ്ടാകുമെന്ന് കർഷകർ പറയുന്നു. ഇപ്പോൾ വില ഉയരാത്ത സാഹചര്യത്തിൽ മഴക്കാലമെത്തി ഉൽപാദനം വർദ്ധിക്കുന്നതോടെ വില ഇനിയും ഇടിയുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നു. സിറ്റി വിഷൻ, അടിമാലി. പാറ പൊട്ടിച്ച് നീക്കിയ ശേഷം കരാറുകാരൻ മുങ്ങി. ഇടുക്കിയിൽ ഗ്രാമീണ പാതയുടെ നിർമ്മാണം മുടങ്ങി. കരുണാപുരം പഞ്ചായത്തിലെ പ്രകാശ് ഗ്രാം തേർഡ് ക്യാമ്പ് റോഡിന്റെ നിർമ്മാണമാണ് നിലച്ചത്. 2023 സെപ്റ്റംബറിലാണ് പ്രകാശ് ഗ്രാം തേർഡ് ക്യാമ്പ് പാതയുടെ നിർമ്മാണം ആരംഭിച്ചത്. 4.25 കിലോമീറ്റർ റോഡ് നിർമ്മാണത്തിനായി PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.25 കോടിയോളം രൂപയും അനുവദിച്ചു. മുൻപുണ്ടായിരുന്ന കോൺക്രീറ്റ് പാത പൊളിച്ചു നീക്കിയായിരുന്നു പുതിയ പാതയ്ക്കായി പ്രാരംഭ നടപടികൾ ആരംഭിച്ചത്. മേഖലയിലെ മൊട്ടപ്പാറ എന്നറിയപ്പെടുന്ന പ്രദേശത്തെ പാറ വൻതോതിൽ പൊട്ടിച്ച് കോടികളുടെ കരിങ്കൽ ഖനനം നടത്തിയതല്ലാതെ തുടർന്ന് നിർമ്മാണം ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. നല്ലൊരു റോഡ് മുമ്പുണ്ടായിരുന്നത് അത് പുതിയ PMGSY പദ്ധതിയിൽ ഈ റോഡ് പുതുക്കി പണിയാനുള്ള ഒരു ടെൻഡർ വരികയും അവർ അത് തുടങ്ങി ആ നല്ല റോഡിനെ മുഴുവൻ ഇളക്കി കളഞ്ഞിട്ട് പുതിയ റോഡിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ ഈ വഴിയിൽ ഇതിൻ്റെ വഴിയുടെ ഇടയ്ക്കൊക്കെ ഒരു 4-5 ഏരിയകളിൽ പാറ, നല്ല രീതിയിലൊരു പാറയുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മൊട്ടപ്പാറയാണ്. അപ്പോൾ ഈ ഏരിയയിൽ മൊട്ടപ്പാറ, ഈ കാണുന്ന മൊട്ടപ്പാറയുടെ പകുതിയോളം അവർ കല്ല് പൊട്ടിച്ച് കടത്തി. അപ്പോൾ നമ്മൾ നെറ്റിൽ നോക്കുമ്പോഴത്തേക്കും PMGSYയുടെ 5.5 കോടി രൂപയുടെ ബഡ്ജറ്റാണ് അവർക്ക് സാങ്ഷൻ അയക്കുന്നത്. പക്ഷെ അവരുടെ ബോർഡിലും കാര്യങ്ങളിലുമൊക്കെ 3.5 കോടി രൂപയാണ് അവർ കാണിച്ചിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഏകദേശം 10 കോടി രൂപയുടെ കല്ല് അവർ ഈ ഏരിയയിൽ നിന്നും പൊട്ടിച്ച് മാറ്റുകയുണ്ടായി. അപ്പോൾ ആ സമയത്തൊക്കെ അവർ നേരിട്ട് വന്ന് കല്ല് പൊട്ടിക്കലും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ടൊരു ആദ്യത്തെ 1 വർഷം കൊണ്ട് കല്ല് പൊട്ടിക്കെല്ലാം മാറി. പിന്നുള്ള 2 വർഷമായിട്ട് ഈ അവസ്ഥയിൽ ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ച് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും രോഗങ്ങൾ കൊണ്ട് ഇവിടെ ബുദ്ധിമുട്ടുകയാണ്. 2 വർഷത്തിലധികമായി നിർമ്മാണം മുടങ്ങിക്കിടക്കുവാനുള്ള കാരണം തുടർച്ചയായ മഴയാണെന്ന വിചിത്രവാദം അധികൃതർ ഉന്നയിക്കുന്നതായും നാട്ടുകാർ പറയുന്നു. പാറഖനനം മൂലം നിരവധി വീടുകൾക്ക് കേടുപാടുകൾ പറ്റിയെന്നും പൊടിശല്യം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. അപ്പോൾ നമുക്ക് നാട്ടുകാരെന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഏകദേശം 4.25 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ ഒരു റോഡ് ഇത് 3 വർഷത്തോളമായി ഈ ഒരു അവസ്ഥയിലാണ് ഇവിടെ കിടന്നുകൊണ്ടിരിക്കുന്നത്.
കാരണം ഭയങ്കരമായ പൊടി കാരണം കുട്ടികൾക്കൊക്കെ സ്ഥിരം അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ പണി ഒന്ന് പൂർത്തീകരിച്ച് തരണം എന്നുള്ളത് മാത്രമാണ്. കാരണം കേവലം വെറും 4.25 കിലോമീറ്റർ മാത്രമാണുള്ളത്. ഏകദേശം 5 കോടി രൂപയ്ക്ക് അടുത്ത് ഫണ്ട് ഉള്ളതാണ്. അപ്പം ബില്ല് മാറാത്ത ഒന്നും അല്ല ഇതിൻ്റെ കാരണം, അവർ പറയുന്നുണ്ട്. പക്ഷേ ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ട് വേണ്ട പാറകൾ പൊട്ടിക്കുകയും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ചെയ്തിട്ടുള്ളത്. റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ പ്രതിഷേധ സമരവും സംഘടിപ്പിച്ചു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിൽ ഒരൽപ്പം കുളിരേകി ഹൈറേഞ്ചിന്റെ പല മേഖലകളിലും വേനൽ മഴ പെയ്തു. മൂന്നാർ ദേവികുളം മേഖലകളിൽ മഴയ്ക്കൊപ്പം അതിശക്തമായ ആലിപ്പഴം പെയ്തത് ആളുകളിൽ വലിയ കൗതുകമായി. മഴയ്ക്ക് ശേഷം ചെറിയ ഐസ് കട്ടകൾ വലിയ തോതിൽ റോഡരികുകളിൽ കൂടിക്കിടന്നത് പ്രദേശവാസികൾക്ക് പുതുമയുള്ള കാഴ്ചയായി മാറി. വലിയ തോതിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സൂചനയാണോ ആലിപ്പഴ വീഴ്ചയെന്ന ആശങ്കയും നാട്ടുകാർ പങ്കുവയ്ക്കുന്നു. ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു മൂന്നാറിലും ദേവികുളവും അടക്കം ഹൈറേഞ്ചിന്റെ പലയിടങ്ങളിലും വേനൽ മഴ പെയ്തത്. ശക്തമായി പെയ്തിറങ്ങിയ മഴ ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിന് നേരിയ ശമനം വരുത്തി. മൂന്നാർ ദേവികുളം മേഖലയിൽ മഴയ്ക്കൊപ്പം അതിശക്തമായ ആലിപ്പഴം പെയ്ത ആളുകളിൽ വലിയ കൗതുകമായി. മഴയ്ക്ക് ശേഷം ചെറിയ ഐസ് കട്ടകൾ വലിയ തോതിൽ റോഡരികിലടക്കം കൂടിക്കിടക്കുന്നത് പ്രദേശവാസികൾക്ക് പുതുമയുള്ള കാഴ്ചയായി മാറി. പത്ത് മിനിറ്റോളം സമയം മഴയ്ക്കൊപ്പം ആലിപ്പഴവും പെയ്തിറങ്ങി. മഴയ്ക്കൊപ്പം ഉണ്ടായ ശക്തമായ ആലിപ്പഴ വീഴ്ച വലിയ തോതിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സൂചന നൽകുന്നതാണോ എന്ന ആശങ്കയും പ്രദേശവാസികൾ പങ്കുവച്ചു. അതേസമയം വേനൽ ചൂടിന് ചെറിയ ശമനം വരുത്തി പെയ്തിറങ്ങിയ വേനൽമഴ ഹൈറേഞ്ചിന്റെ കാർഷിക മേഖലയ്ക്ക് നേരിയ ആശ്വാസം നൽകുന്നു. പലയിടങ്ങളിലും കുടിവെള്ളക്ഷാമം അടക്കം രൂക്ഷമാണ്. അടുത്ത ഏതാനും ദിവസങ്ങളിൽ കൂടി വേനൽമഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഹൈറേഞ്ച് നിവാസികൾ. സിറ്റി വിഷൻ മൂന്നാർ. മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം നൽകി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമളി ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. സഹജീവികളോടുള്ള കരുതലാണ് നോയമ്പുകളും വ്രതാനുഷ്ഠാനങ്ങളുമെന്ന അനുഗ്രഹ പ്രഭാഷണം നടത്തിയ കുമളി ഷംസുൽ ജമാഅത്ത് ചീഫ് മൗലവി മുജീബ് റഹ്മാൻ പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമളി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. പ്രസിഡന്റ് മജോ കാരിമുട്ടം അധ്യക്ഷത വഹിച്ച ചടങ്ങ് കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇഫ്താർ സംഗമങ്ങൾ പോലെയുള്ള കൂടിച്ചേരലുകൾ മതസൗഹൃദം ഊട്ടിയുറപ്പിക്കുമെന്ന് എം വർഗീസ് പറഞ്ഞു. സഹജീവികളോടുള്ള കരുതലാണ് നോയമ്പുകളും വ്രതാനുഷ്ഠാനങ്ങളുമെന്ന അനുഗ്രഹ പ്രഭാഷണം നടത്തിയ കുമളി ഷംസുൽ ജമാഅത്ത് ചീഫ് മൗലവി മുജീബ് റഹ്മാനും പറഞ്ഞു. ക്രോസ് ഡയറക്ടർ ഫാദർ ലിറ്റു ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കൌൺസിലർ എ അബ്ദുൾ സലാം, ദിവാകരൻ PN, രാജു, ഫിറോസ് ഖാൻ, എ മുഹമ്മദ്, KC അൻസാരി, യൂത്ത് വിംഗ് പ്രസിഡന്റ് സനു പുതുപ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള നിരവധി പേർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ കുമളി. മുരിക്കാശ്ശേരി പോലീസും ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസും സംയുക്തമായി മുരിക്കാശ്ശേരി ടൗണിൽ റൂട്ട് മാർച്ച് നടത്തി. മുരിക്കാശ്ശേരി SHO വിപിൻ ചന്ദ്രന്റെ നേതൃത്വത്തിലാണ് റൂട്ട് മാർച്ച് നടത്തിയത്. മാർച്ച് 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു IPSന്റെ നിർദ്ദേശാനുസരണം നടപ്പിലാക്കി വരുന്നത്. ഓരോ പോലീസ് സ്റ്റേഷന്റെയും പരിധിയിൽ വരുന്ന പോളിംഗ് സ്റ്റേഷനുകളിലും ടൗണുകളിലും പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി മുരിക്കാശ്ശേരി SHO വിപിൻ ചന്ദ്രന്റെ നേതൃത്വത്തിൽ മുരിക്കാശ്ശേരി ടൗണിൽ റൂട്ട് മാർച്ച് നടത്തി. സബ് ഇൻസ്പെക്ടർ KV ജോസഫ്, ASIമാരായ പ്രിൻസ് ജോഷി, ജോൺ, മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും ഹിമാചൽ പ്രദേശ് ഹെഡ്ക്വാർട്ടേഴ്സിലെ 30ഓളം ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസും റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണ ഗ്രാമിന് 14,460 രൂപ, പവന് 1,15,680 രൂപ, വെള്ളി ഗ്രാമിന് 275 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
5 പതിറ്റാണ്ട് കാലം കേരള രാഷ്ട്രീയത്തിലും തൊടുപുഴയുടെ മണ്ണിലും സജീവ സാന്നിധ്യമായിരുന്ന PJ ജോസഫ് തലമുറ മാറ്റത്തിന് വഴിമാറുന്നു. മകൻ അബു ജോൺ ജോസഫ് തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായതോടെയാണ് തലമുറ മാറ്റം. ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇടുക്കി ജില്ല സജ്ജമാണെന്ന ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് സുതാര്യവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചെന്ന കളക്ടർ. ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധിയിൽ സർക്കാരിനെതിരെ വിമർശനവുമായി വീണ്ടും ദേശീയപാത സംരക്ഷണ സമിതി. നേരിമംഗലം വനമേഖലയിൽ റീടാറിംഗ് മാത്രം നടത്തി നിർമ്മാണം അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെങ്കിൽ വീണ്ടും ജനകീയ പ്രക്ഷോഭത്തിന് രൂപം നൽകുമെന്ന ദേശീയപാത സംരക്ഷണ സമിതി. വേനൽ ചൂട് കൂടിയതോടെ ഏലയ്ക്ക ഉൽപാദനം കുറഞ്ഞെങ്കിലും വില ഉയരാത്തത് ആശങ്കയാകുന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 2600 മുതൽ 2750 രൂപ വരെയായിരുന്നു ഏലയ്ക്ക വില. നിലവിലെ ശരാശരി വില 2200 മുതൽ 2350 രൂപ വരെ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.